you're going to take it out. You can see 4 ഇഞ്ചിൻ്റെ ആണിയാണ്. ബ്രോക്ക് പെയിൻ ഒന്നും പ്രാക്ടീസ് ഗെയിം കഴിഞ്ഞു. സത്യം പറയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ച ഗെയിം ഉണ്ടായിരുന്നു കഴിഞ്ഞു. കാർഡ് എന്തായിരുന്നു? കാർഡ് ഡയമണ്ട് 5 ആയിരുന്നു. അതെ, ഐ മീൻ ദിസ് ഈസ് യുവർ കാർഡ്. 10 ace and ace. This is your card. I mean ഞാൻ പറയല്ലേ, this is your card. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് മാജിക്കിലേക്ക് പോവാം. മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ മുതുകാട് സാറ് അങ്ങനത്തെ കുറച്ച് മജീഷ്യൻസ് പോയതിനു ശേഷം പിന്നെ കുറച്ചുകൂടി മാജിക് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ കാലത്താണ്. എന്നുവെച്ചാൽ കുറച്ചെങ്കിലും ഇപ്പോഴും ഞാൻ പറയില്ല അത് വളരെ പോപ്പുലറൈസ് ആയി അല്ലെങ്കിൽ വളരെ ആൾക്കാർ അതിനെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഈ മാജിക് ചെയ്യുമ്പോ ഹൗ ഡിഡ് യു ലൈക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് മാജിക് ചെയ്തപ്പോ ഹൗ വാസ് ഇറ്റ്? ഫസ്റ്റ് ഞാൻ പെർഫോം ചെയ്യുന്ന അറിയോ, എനിക്കൊരു ക്ലോസ് സർക്കിൾ ആ സമയത്ത് ഉണ്ടായി. ഗോവിന്ദ്, അരവിന്ദ്, അഭിലാഷിന്റെ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് ഇവരെ കാണിക്കും. അപ്പൊ ഇവര് ഇംപ്രസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ഫസ്റ്റ്. പിന്നെ അതിനുശേഷം ഞാൻ എപ്പം കോളേജിൽ പോയാലും എൻ്റെ പോക്കർ ഒരു സെറ്റ് കാർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരെ ഇംപ്രസ്ഡ് ആവുന്നുണ്ടോ, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായി. പിന്നീടാണ് പയ്യെ പുറത്തേക്ക് ഇത് കൊണ്ടുപോയി ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം ഒബ്വിയസ്ലി അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ല റെസ്പോൺസ്. മാജിക് എന്താണെന്നറിയാമോ, ആൾക്കാരെ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും. ഓക്കെ, ക്വിക്കായിട്ട് അവരുടെ കണ്ണു മുന്നിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അവരത് എൻജോയ് ചെയ്യും. പക്ഷേ എഗെയിൻ എന്തുകൊണ്ട് ഇപ്പം അതിനൊരു പോപ്പുലാരിറ്റി പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാജിക് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇവിടെ അല്ല, പുറത്ത്. ആ രീതിയിലേക്ക് നമുക്ക് വളരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മാജിക് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ പൂവ് എടുക്കുന്നു, അങ്ങനെയുള്ള സർക്കസുകൾക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന മാജിക് തൊപ്പി വെച്ചിട്ട് ഒരാൾ വന്ന് പറവ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത്. പക്ഷെ അതല്ല മാജിക്കിന്റെ ഒരു എന്താ പറയണ്ട വൈഡ് വെറൈറ്റി ഓഫ് ഐഡിയാസ് പുറത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെജീഷ്യന്മാർ, ഞാൻ പറയല്ലോ, ഐ എം നോട്ട് എ പ്രോപ്പർ മെജീഷ്യൻ. ഞാനൊരു പ്രോപ്പർ മെജീഷ്യൻ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ എത്തിക്കാനാണ് ഞാൻ ട്രൈ ചെയ്തത്. വെൻ ഐ സേ മെന്റലിസ്റ്റ്, ഐ എം സോ ഷുവർ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്കറിയാം മെന്റലിസ്റ്റിൽ ഇന്ന് എന്താണ് ഏറ്റവും ടോപ്പ്, ആരാണ് ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും അറ്റ് പ്രസന്റ് പൊക്കോണ്ടിരിക്കുന്നത് എനിക്കറിയാം. ഐ എം അവെയർ ഓഫ് ഇറ്റ്. ഓക്കെ, സംടൈംസ് ഫിനാൻഷ്യലി നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് അത്രയും പോകാൻ പറ്റാത്തത്. ഇഫ് ഐ വാസ് എ മെജീഷ്യൻ ഡെഫിനറ്റ്ലി മാജിക്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിവിടെ കാണിച്ചു കൊടുത്തത്. ബട്ട് ഇവിടെയുള്ള സോ കോൾഡ് മെജീഷ്യൻസ്, ഓക്കെ, ഞാൻ അവരെ എന്താ പറയുക മോശം പറയുന്നതല്ല, ഐ മീൻ എനിക്ക് മാജിക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. സോ ജെന്യുവൻലി അവർ കുറച്ചുകൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. വിഷ്വൽ മാജിക് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഒരു ഫീൽഡുണ്ട് മാജിക്കിൽ തന്നെ, വിഷ്വൽ മാജിക്സ്. അതായത് നമ്മുടെ കണ്ണ് മുന്നേ നിന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡ് കൈയിരിക്കുകയാണ്, ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെറ്റ് എന്താ പറയുക ഒരു കെട്ട് പൈസ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ മാജിക്സ് ഒക്കെ ചെയ്യാം, അഡ്വാൻസ്ഡ് ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആരും അതിനുവേണ്ടി മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ബട്ട് അഗെയിൻ എൻ്റെ ഒരു പാർട്ടിൽ ഐ ലവ് മാജിക്. So at some point you'll see me doing some magic. Yes, also. We have to wait for it. Definitely. Okay. Can you try a magic? Okay, magic എനിക്ക് ഇഷ്ടമാണ്. ഒരു കാർഡ് മാജിക്, സിമ്പിൾ കാർഡ് മാജിക്. Okay. First thing, see, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. These are all different, right? Yes. Random cards. One deck of cards without jokers ഇല്ല ഇതിനകത്ത്. So you can see clearly, right? ആരെങ്കിലും ഒരാൾ മിക്സ് ചെയ്തുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ ഓഡിയൻസിന് അങ്ങനെയൊക്കെ ഒരു വിചാരമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. സി ഇതിപ്പോൾ ഞാൻ ഓക്കെ ഐ ട്രൈ വിത്ത് യു. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റിഫിൽ ചെയ്യാൻ സമയത്ത് എവിടെയെങ്കിലും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം. ആ പറയുന്ന സ്ഥലത്ത് ഏതാണ് കാർഡ് വരുന്നത് ആ കാർഡെന്ന് ആലോചിച്ചിരിക്കുക. അത് മറന്നുപോയാൽ തീർന്നു. ഓക്കെ, സോ എവിടെയെങ്കിലും ഇഷ്ടമുള്ള ഓക്കെ ദാറ്റ് ഈസ് ഫാസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാവോ? യു റിമെമ്പർ ദ കാർഡ്? ജസ്റ്റ് നമ്പർ ഇവിടെ ആലോചിച്ചു. ഓക്കെ, ഷഫിൾ ചെയ്യാൻ അറിയാവോ കാർഡ്സ്? ജസ്റ്റ് നന്നായിട്ട് ഷഫിൾ ചെയ്യോ. ജസ്റ്റ് ഗിവ് എ ക്വിക്ക് ഷഫിൾ. സോ യൂസ് ഷഫിൾ മിക്സ്ഡ് അല്ല ഹാപ്പി. സോ ഈ ഒരു ഡെക്കിന് ആക്ച്വലി ഞാൻ 4 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് 4 ഈക്വൽ പൈലായിട്ടൊന്നും അല്ല, ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ക്ലോസ് ആസ് പോസിബിൾ. ഓക്കെ, ഒരു ഏകദേശം ഒരു ഈക്വൽ ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. സോ മേ ബി this much. Okay, number 2, and I think I need 2 more.
This will be number 3, maybe a few more cards. Okay. I think almost നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പോയിന്റ് ആവോ, ചൂണ്ടാവോ, ജസ്റ്റ് ഒരെണ്ണം. ഈ 3 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പാസ് ചെയ്യാവോ ആ ഒരു പാക്കറ്റ്? ജസ്റ്റ് ഓക്കെ, എനിക്ക് തന്നെ തോന്നുന്നു. ഓക്കെ, ശരി, ഫൈൻ, ഇരിക്കട്ടെ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഒരെണ്ണം പോയിന്റ് ആവോ, സംതിങ്. ഓക്കെ, ജസ്റ്റ് ടേക്ക്. സൂക്ഷിച്ച് വെക്കണം കേട്ടോ. You can keep it. വെച്ചോ, കയ്യിൽ വെച്ചോ. You can keep it actually. നെക്സ്റ്റ് ഒരെണ്ണം പോയിന്റ് ആവോ. ഇതിൽ 2 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്. ഒന്നും തന്നില്ല. ലാസ്റ്റ് വൺ ഓഫ് കോഴ്സ് ഫൈനലി വരുന്ന ഒരെണ്ണമാണ്. യു ക്യാൻ കീപ്പ് ഇറ്റ്. സി, എല്ലാ ആൾക്കാരും കാർഡ്സ് ഇതുപോലെ ഹോൾഡ് ചെയ്യാവോ. ഇനി ശ്രദ്ധിക്കണം, ജസ്റ്റ് കൈ താഴെ ഇട്ടത് ജസ്റ്റ് ഹോൾഡ് ചെയ്യാവോ. നൗ ഇതിന് നമ്മൾ ഡീലേസ് ഗ്രിപ്പ് എന്നാ പറയാം. ഓക്കെ, മെക്കാനിക്സ് ഗ്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കാർഡ്സ് ടേബിളിൽ എങ്ങനെ ഡീൽ ചെയ്യുന്ന അറിയാമോ. ജസ്റ്റ് ഒരു കാർഡ് ജസ്റ്റ് ഇതുപോലെ വെച്ചേ, ജസ്റ്റ് കീപ് 1 കാർഡ് ഡൗൺ. നൗ മിക്സ് ഇറ്റ്. വേണമെങ്കിൽ അതിൻ്റെ ടോപ്പിൽ തന്നെ ജസ്റ്റ് നീറ്റായിട്ട് വെക്കാം. അതിൻ്റെ ടോപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. സോ ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഷഫിൾഡ് ആവും. റൈറ്റ്, ജസ്റ്റ് മിക്സ് ചെയ്യുക, കംപ്ലീറ്റ്ലി വെക്കുക, മിക്സ് ചെയ്യുക. ഫൈനലി എല്ലാ കാർഡ്സും വെക്കാം. ഇത് ഒറ്റ നീറ്റ് 1 പൈലായിട്ട് വെക്കാം. റൈറ്റ്, ഓരോ ആൾക്കാർക്കും അത് ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. റൈറ്റ്, നൗ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഇതുപോലെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യാവും എടുത്തിട്ട്. കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഈ പോക്കർ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കള്ളത്തരങ്ങൾ ഒരുപാട് അവർ കാണിക്കാറുണ്ട്. ഗെയിം ചെയ്യുന്ന ആൾക്കാർ അതിലേറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ കാർഡിനെ മാർക്ക് ചെയ്യും മുകളിൽ. അപ്പം ആൾക്കാർക്ക് ഈ മുകളിലെ മാർക്കിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ഏത് കാർഡാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ മാർക്കിംഗ് കളയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ജസ്റ്റ് ആ ടോപ്പ് കാർഡ് ഒന്ന് ബേൺ ചെയ്യാം. അതിനെ ബേണിംഗ് എന്നാ പറയുക. ജസ്റ്റ് എടുത്ത് കളയുക, ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാർഡ്സ് ബേൺ ചെയ്തോ. ദാറ്റ് മീൻസ് അത്രയും കാർഡ് നമ്മൾ ത്രോ ചെയ്ത് കളയാണ്. റൈറ്റ്, നൗ എല്ലാ കാർഡ്സും കളയരുത്. ഒബിയസ്ലി കയ്യിൽ കുറച്ച് കാർഡ്സും ബാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പേഴ്സ് വെച്ചേക്കുക. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കാർഡ്സ് ആയിരിക്കും കയ്യിൽ വന്നിട്ടുണ്ടാവുക, അല്ലേ? റൈറ്റ്, സോ ഐ ജസ്റ്റ് വോണ്ട് യു ടു കൗണ്ട് ലൈക്ക് 1. നിങ്ങൾക്ക് വന്നേതാ 2, 3, 4, 5, 6 കാർഡ്സ്. നിങ്ങൾക്ക് എത്രയാണോ വന്നത്? 6 വെച്ചോ, അവിടെ വെച്ചോ. കീപ്പ് ഇറ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മുടെ ഒരു 0.5% ഓഫ് കാർഡ് ഇവിടെ പോയിട്ടുണ്ടല്ലേ. മേ ബി ഹാഫിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടാവും, അല്ലേ? റൈറ്റ്, ബാക്കി കുറേ കാർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത്രയും സമയം എൻ്റെ ടൈം ഏത് കാർഡ് എടുത്തതെന്നുള്ള കാര്യം എനിക്കറിയാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. മേ ബി യുനോ അല്ലേ, പ്രോ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്ന? 2 സ്പേഡ് എന്ന് പറയുന്ന കാർഡാണ് എടുത്തത്. ഓക്കെ, അത് ഇതിനകത്ത് വരാനുള്ള ചാൻസ് എത്രമാത്രം ചാൻസസ് ഉണ്ട്? 50-50, റൈറ്റ്? 50-50. വാട്ട് ഇഫ് ആ 50 ചാൻസ് കഴിഞ്ഞിട്ട് ആ ഡെക്കിനകത്ത് വന്നാൽ എങ്ങനെ ഉണ്ടാവും? വിൽ ബി ഗ്രേറ്റ്. കാരണം നിങ്ങളായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഷഫിൾ ചെയ്ത് വന്ന ഡെക്കാണ്. ഞാൻ പറയാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്. ഈ ഡെക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ കാർഡ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വിച്ച് ഈസ് ഇമ്പോസിബിൾ, റൈറ്റ്? ഒരിക്കലും പോസിബിൾ അല്ല, റൈറ്റ്? ഐ ഡോണ്ട് നോ, ജസ്റ്റ് എടുത്ത് നോക്കാവോ. നൗ ഈ പോക്കർ എന്ന് പറയുന്ന ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹാൻഡ്സ് ഒരുമിച്ച് വരിക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ഇഫ് ബ്രോയുടെ ടോപ്പ് കാർഡ് ഒന്ന് എടുത്ത് നോക്കാവോ. ദാറ്റ്സ് അനദർ 2, റൈറ്റ്? 2 hearts and I have another 2 clubs. Maybe ഇവിടെ മാത്രം ഒരു ചേഞ്ച് ഉണ്ടാവും, I guess. Yeah, right. So but still if you look at it, the bottom card 2 of diamond. But this is great. Like seriously, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനത് അങ്ങനെ വരുമെന്ന്. ഓക്കെ, കൂൾ. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. Can I try something with you? ഓക്കെ, ഇതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു കാർഡ് ചൂസ് ചെയ്യാവോ? എനി കാർഡ്. ഓക്കെ, മതിയോ? എടുത്തോ. എന്നെ കാണിക്കണ്ട, വേണമെങ്കിൽ ഒരാളെയും ക്യാമറയും കൂടെ കാണിച്ചോ, പിന്നീട് അത് എന്താ പറയുക മാറാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, ജസ്റ്റ് ഫേസ് ഡൗൺ ആയിട്ട് തന്നെ വെച്ചോ. ഐ വിൽ കീപ് ഇറ്റ് ഇൻസൈഡ് ദ ഡെക്ക്. ഓക്കെ, വൺ ലാസ്റ്റ് ടൈം യു ക്യാൻ സീ. കാർഡ് ഓർത്തിരിക്കുക എന്നുള്ളൊരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് കട്ട് ദീസ് കാർഡ്സ്. സം ഷഫിൾസ്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ചെറിയൊരു ഗെയിം കളിക്കാൻ പോകാന്ന് പറഞ്ഞല്ലേ. ഗെയിമിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ബ്രോയുടെ അടുത്ത് ഓരോ കാർഡ് കാണിച്ചിട്ട് ഇത് ബ്രോയുടെ കാർഡാണോ അല്ലേ എന്ന് ചോദിക്കും. എന്ത് ചോദിച്ചാലും നോ എന്ന് മാത്രം പറയാം. ബ്രോയുടെ കാർഡ് ആണെങ്കിലും അല്ലെങ്കിലും നോ എന്ന് മാത്രം ആൻസർ പറയാം. കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. ഈ ഒരു മൊമെന്റ് തൊട്ട് ഞാൻ എന്ത് ചോദിച്ചാലും നോ എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഗുഡ്. അത്രയും അവെയർ ആയിട്ടിരിക്കുന്നുണ്ട്. ഗുഡ്. നൈസ്. ഓക്കെ, ഫസ്റ്റ് തിങ്. ബ്രോയുടെ കണ്ണി നോക്കുന്ന തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോൺഫിഡന്റ് ആയിട്ട് നോ പറഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് യുവർ കാർഡ്. ഓക്കെ, ഏസ് ഓഫ് ഡയമണ്ട് ബ്രോയുടെ കാർഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏസ് ഓഫ് ഡയമണ്ട് ഞാൻ അവിടെ അയക്കാം. ഐ വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് കാർഡ്. ഓക്കെ, ഏസ് ഓഫ് സ്പേഡ്. ദിസ് ഈസ് യുവർ കാർഡ്? നോ. ഓക്കെ,
രണ്ടാമത് കൺവിൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തല കാട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓവർ ആയിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യാനാണ് ശരിക്കും ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. ഓവർ എക്സ്പ്രഷൻ ഇട്ടത് കൊള്ളാം. എനിക്ക് തോന്നുന്നില്ല ഇതാണ് കാർഡെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സസ്പെൻഡ് ആണെന്ന് തോന്നുന്നില്ല. ഓക്കെ, 5 of diamond. ദിസ് ഈസ് യുവർ കാർഡ്. നോ. കണ്ടോ, അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വീണ്ടും അത് എന്നെ പറ്റിക്കാനായിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 5 of diamond ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ കീപ് ഇറ്റ് റൈറ്റ് ഹിയർ. ലാസ്റ്റ് ചാൻസ്. ഓക്കെ, 10 of നോ clubs. നോ. This is your card? No. എനിക്ക് തോന്നുന്നില്ല. ഒറ്റ വൺ ലാസ്റ്റ് ചാൻസ്. ഐ ബിലീവ്. ഓക്കെ, എനിക്ക് തോന്നുന്നത്. ഓക്കെ, ദിസ് ഈസ് യുവർ കാർഡ്. 8 of hearts. നോ. ഗോട്ട് യു. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രയും സമയം പുള്ളി എന്താണ് കൺവിൻസ് ചെയ്യാനായിട്ട് ഓരോ എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ ഓവറായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഇനിഷ്യലി തന്നെ ആ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് ദിസ് ഈസ് യുവർ കാർഡ്. ആക്ച്വലി ദിസ് ഈസ് യുവർ കാർഡ്. അല്ല, ഗെയിം കഴിഞ്ഞു. ഇനി പറഞ്ഞില്ല. അതല്ലായിരുന്നു. അല്ല, നിങ്ങൾ കൂടുതൽ ഗെയിമിന് നിങ്ങളില്ല, അതായത് പുള്ളി മാത്രമാണ്. കഴിഞ്ഞു. ദിസ് ഇസ് ഡൺ. ഇനി പറഞ്ഞോ. ഞാൻ ഒറിജിനൽ പറയണം എന്താന്ന്. അല്ല, ശരിക്കും ഇതല്ലേ കാർഡ് ഇതല്ലേ? അല്ല, ഗെയിം കഴിഞ്ഞു. സത്യം പറയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ച ഗെയിം ഉണ്ടായിരുന്നു. കഴിഞ്ഞു. കാർഡ് എന്തായിരുന്നു? കാർഡ് ഡയമണ്ട് 5. കണ്ടോ, ഞാൻ കൺവിൻസ് ചെയ്തു. ഡയമണ്ട് 5 ആയിരുന്നു. അതെ. ഐ മീൻ ദിസ് ഈസ് യുവർ കാർഡ്. 10 ace and ace. This is your card. I mean ഞാൻ പറയല്ലേ, this is your card. അടിപൊളി. ഇതല്ലായിരുന്നല്ലോ, ഇതെങ്ങനെ ഇങ്ങനെ ആയത്? മാറുന്നല്ലോ. അടിപൊളിയാട്ടോ. താങ്ക് യു. കിളികൾ പറന്നത്. ഇതെങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഏത് കാർഡ് എടുത്തെന്ന് എനിക്കറിയില്ല അല്ലേ. രണ്ടാമത്തെ കാര്യം ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്ന കാർഡാണ് നിങ്ങളുടെ കാർഡെന്ന് ഞാൻ പറഞ്ഞില്ലേ. മറ്റേ കാർഡ് എന്താ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവണം അല്ലേ? റൈറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു ബി സംവെയർ. യാ, there it is. ശ്രദ്ധിക്കേണ്ട മാനെ. അടിപൊളി. താങ്ക് യു ബ്രോ. താങ്ക് യു. എന്താണ് ഈ സൈക്കോളജിക്കൽ ഇല്യൂഷനിസ്റ്റ്? നമ്മൾ ബേസിക്കലി മെന്റലിസത്തിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത് കുറേ ഇല്യൂഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ, റൈറ്റ്? സോ മെന്റലിസം എന്നുള്ളൊരു ടേം കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ സൈക്കോളജി അതായത് നമ്മൾ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഇല്യൂഷൻസും വരുന്നുണ്ട്. സോ അത് മാജിക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു സൈക്കോളജിക്കൽ ഇല്യൂഷനിസ്റ്റ് എന്നൊരു ടേം. ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന ടേമൊന്നുമല്ല. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഞാനത് കേൾക്കുന്നത് ലൈക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന മെന്റലിസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു ഷോയിൽ നിന്നാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ആ ഒരു ഇതിന്നാണ് ഷോയിൽ നിന്നാണ് കേൾക്കുന്നത്. പിന്നീട് പല മെന്റലിസ്റ്റുകളും കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ, ഈവൻ ഡിഫറെൻറ്റ്, ഐ മീൻ ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് മെന്റലിസ്റ്റുകളുണ്ടല്ലോ, അവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന സമയത്ത് അവൻ സൈക്കോളജിക്കൽ ഇല്യൂഷനിസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പേരിഞ്ഞപ്പോൾ ചേർക്കാം എന്ന് വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മാജിക് സ്റ്റേജ് ഷോസ് ആയിട്ട് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. ഭയങ്കര പോസിബിലിറ്റി ഉള്ളൊരു ഫീൽഡാണ്. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വൈഡ് വെറൈറ്റി ഓഫ് ഐഡിയാസ് ഉണ്ട്. സ്റ്റേജ് ഷോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റലി തന്നെ മാജിക്, ഐ തിങ്ക് എന്താ പറയുക, നമ്മുടെ LED വോളും കാര്യങ്ങളൊക്കെ ഡിജിറ്റലി ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാജിക് വരെ ഞാന് മുതുകാട് സാറിന്റെ മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കവിടെ ലൈക്ക് നമ്മളൊന്നും കാണാത്ത ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഷോസ് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് കുറച്ചും കൂടിയും പോപ്പുലറൈസ് ആയിരുന്നെങ്കിൽ മേ ബി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഇതൊന്നും എക്സ്പീരിയൻസ്, നമുക്ക് പിന്നെയും കുറച്ചെങ്കിലും കിട്ടിയതാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ, കറക്റ്റ് ആണ്. എന്താ പറയുക, ഇവിടുത്തെ ഓഡിയൻസ് കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് മാജിക് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മാജിക് അങ്ങനത്തെ ഒരു തോട്ട് വിട്ടിട്ട് മാജിക് ഓക്കെ, അവർ ക്യൂരിയോസിറ്റി എന്ന് വരുമോ. അപ്പോൾ അത് വരണം. ഓഡിയൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡിലേക്ക് പെർഫോമേഴ്സും വരണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്ന് വരുന്നോ അന്നായിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി പണ്ട് നമ്മൾ കണ്ടതുപോലെ പോയിരുന്ന് കാണാൻ പറ്റുന്ന നല്ല മാജിക് ഷോസ് വരണം. ഡെഫിനറ്റ്ലി ഐ ലവ് ടു വാച്ച് മാജിക്സ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആവാം, കൊള്ളാം അവരത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്കൊരു വെറൈറ്റി സാധനം ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ വരും. സോ ഓക്കെ, അർജുൻ ഈ മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് ഞാൻ പറയട്ടെ, ഞാൻ പറയാം, അതായത് ജെന്യുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആൾക്കാരെ ജെന്യുവിൻലി ഹാപ്പി ആക്കണമെന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് പണ്ട്
ഇതൊരു പ്രൊഫഷൻ ആകണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ആൾക്കാരുടെ അടുത്ത് പോകുന്നു, പെർഫോം ചെയ്യുന്നു, അവർ ഭയങ്കര ഹാപ്പി ആവുന്നു, അവരുടെ ഹാപ്പിനെസ് എനിക്കും ഭയങ്കരമായിട്ട് ഒരു എനർജി തരുന്നുണ്ട്, എന്നെയും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് തിങ് ഞാൻ ജനുവലി മനസ്സിൽ വെക്കുന്നൊരു കാര്യം അത് തന്നെയാണ്. ഞാൻ ഒരാളടുത്ത് പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് അവരെ എങ്ങനെ ഹാപ്പി ആക്കാം എന്ന് ആലോചിക്കും. ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, പല വീഡിയോസിനകത്തും പേഴ്സണലി ആൾക്കാർക്ക് എന്ത് കണക്ട് ആവും ഞാൻ ആലോചിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം അർജു ആയിട്ട് ചെയ്തൊരു വീഡിയോ. ഓക്കെ, അർജു ഭയങ്കര മെസ്സി ഫാനാണ്. ഓക്കെ, അർജന്റീന മെസ്സി ഫാനാണ്. അപ്പോൾ അർജുന് വേണ്ടിയിട്ട് പേഴ്സണലി അന്ന് അർജുൻ എന്തായിരിക്കും ഇഷ്ടം ഞാൻ ആലോചിച്ച് അർജുന് വേണ്ടി ഒരു ടൈപ്പ് ഓഫ് ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ആള് എക്സാമ്പിളായിട്ട് ഇപ്പോൾ വേറെ പുള്ളിക്കാരുടെ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി പോലെ. എക്സാക്ട്ലി. ഞാൻ അവരെ കുറിച്ച് പേഴ്സണലി ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. സോ ടോക്കിംഗ് അബൌട്ട് എത്തിക്സ്, ആക്ച്വലി ഒന്ന് അവരെ പേർപ്പസ്ഫുള്ളി ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പേർപ്പസ്ഫുള്ളി ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഞാൻ അത് അറ്റ് എനി കോസ്റ്റ് ഞാൻ അത് ഒഴിവാക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാജിക്കിനൊരു എന്താ പറയണ്ട ഒരു സീക്രസി, പ്രൈവസി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അഫ്കോഴ്സ് ഇന്നത്തെ കാലത്ത് ഡിമാൻഡ് ചെയ്യുന്നത് നീഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഡിമാൻഡ്, അതും അഗെയിൻ ഐ ഹാഡ് നോ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ബിക്കോസ് ഒരുപാട് എന്താ പറയണ്ട ഡിസേർവ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇപ്പൊ മറ്റേ 2000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2000 രൂപയൊന്നും വേണ്ട, 100 രൂപയ്ക്ക് ആണെങ്കിൽ മാജിക് യൂട്യൂബിലൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എത്രത്തോളം വാല്യൂ കൊടുക്കും? റൈറ്റ്, ശരിയാണ്. സോ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പം ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നതും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും ഫെയിം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്ന് കരുതിയിട്ട് എത്ര കാലം അത് വെച്ച് നിങ്ങൾ ഔട്ട് ചെയ്യും അല്ലേ? സോ ഡെഫിനറ്റ്ലി കേപ്പബിൾ ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പഠിക്കും. റൈറ്റ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഒരു പെർഫോമർ ആണോ, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ, ലൈക്ക് 10 മിനിറ്റിൽ മെന്റലിസം പഠിക്കാം, മെന്റലിസ്റ്റ് ആകാം. അതിനൊക്കെ ജെന്യൂനിറ്റി ആക്ച്വലി ഇപ്പൊ അർജുൻ പറഞ്ഞ പോലെ നമുക്ക് കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു ജെന്യൂൻ പ്ലാറ്റ്ഫോം എങ്ങനെ തിരഞ്ഞെടുക്കുന്ന കൺഫ്യൂഷൻസ് ഉണ്ട്. സോ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമോ? ഞാനതാ പറഞ്ഞത്, നിങ്ങൾ നല്ല പെർഫോമേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നല്ല പെർഫോമേഴ്സ്, അത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് നിങ്ങൾ ഇംപ്രസ്ഡ് ആയിട്ട് നിങ്ങളത് പഠിക്കണം എന്ന് തോന്നുക, അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുക. ഓക്കെ, മനസ്സിലാവണം? മനസ്സിലായി. പൈസ ഉണ്ടാക്കാന്നുള്ള മോട്ടീവ് കൊണ്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ ഒരു നല്ല പെർഫോമൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല, അവർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ. സോ ഡെഫിനറ്റ്ലി ഇതിനോടൊരു ഇഷ്ടമുള്ളൊരു പാഷനുള്ള ഒരാളുടെ അടുത്ത് ഇത് പോകുന്നത് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അർജുൻ ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് മെന്റലിസത്തിന് വേണ്ടിയിട്ട്? ഐ മീൻ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, അല്ല, പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ടേക്ക് മാജിക് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം കോഴ്സ് എടുക്കാറുണ്ട്. മെന്റലിസം അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം. അതും ഒരുപാട് ലെവൽ ഓഫ് എന്താ പറയണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്ലാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓൺലൈൻ ക്ലാസ് എങ്ങനെയുണ്ട് ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നമ്മൾ നോക്കും. ഇപ്പം ഈ ചില ആൾക്കാർ ഈ പറയുന്ന പോലെ പെട്ടെന്ന് അവർ എന്താ പറയുക, എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും ആളാവണം, അല്ലെങ്കിൽ എന്താ ബ്രോ എനിക്ക് 2 ട്രിക്ക് പഠിപ്പിച്ചു തരുമോ, അവരുടെ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ സ്റ്റിൽ അങ്ങനെയുള്ളൊരു ആലോചിച്ച് വയ്ക്കാം. നമുക്ക് അതുകൊണ്ട് അവർക്കൊരു പ്രയോജനമില്ല, നമുക്കൊരു പ്രയോജനമില്ല അല്ലേ? സോ വരുമ്പോൾ നമ്മൾ നല്ലൊരു ഗൈഡൻസ് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരിക്കും. ചിലപ്പം നമ്മളൊക്കെ ഇത് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇതിലോട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മാജിക്കിലൊക്കെ. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെ, അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് ഒരു കാര്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ മാറ്റി പിടിച്ചിട്ട് നമുക്കൊരു സ്റ്റണ്ട് ആയാലോ. പേരെന്തായിരുന്നു? അഞ്ചു. ഇതിനകത്ത് ബേസിക്കലി 2 നെയിൽസ് ഉണ്ടാവും, ആണി ഉണ്ടാവേ. കയ്യിലെടുത്തോ. ഫസ്റ്റ് തിങ് അത് ഒറിജിനൽ ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താവോ. വളച്ച് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കാം. ഇത് സ്പിരിറ്റ് ആണ്, ഇറങ്ങുന്നത്.
എടുത്തോട്ടെ, ഞാൻ ഇനി മാറ്റുന്നൊന്നുമില്ല, ഇനി കയ്യിൽ വെച്ച് മാറ്റി സ്വിച്ച് ചെയ്തൊന്നും പറയണ്ട. ഇത് എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടിക്കും, അതുകൊണ്ടാണ്. ഈ കൈ ഉണ്ടല്ലോ ജസ്റ്റ് ഇവിടെ നിന്ന് വെക്കാവോ ടേബിളിൽ? ടേബിളിൽ ബ്ലഡ് എന്തെങ്കിലും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ചേക്കണേ. ഓക്കെ, റെഡി? ഇല്ല, ജസ്റ്റ് കിഡിങ്. പുള്ളിക്കാരുടെ നെഞ്ചിടിക്കുന്ന എനിക്ക് ഇവിടെ കേൾക്കാം. ഇല്ല, ആ ഒരു റിസ്ക് ഞാൻ എടുക്കത്തില്ല. എന്റെ മൂക്കിൽ ഒന്നുമില്ലല്ലോ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? അത് കംപ്ലീറ്റ്ലി അകത്തന്നല്ലേ? കൈ ഒന്ന് തരാമോ? ഹോൾഡ് ഇറ്റ് ക്യാമറ കാണുന്ന രീതിയിൽ. സ്ലോലി യു ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഔട്ട്. യു ക്യാൻ സീ 4 ഇഞ്ചിൻ്റെ ആണിയാണ്. റൈറ്റ്. And again, നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സ്ട്രോങ്. യു ക്യാൻ സീ ഈ ടേബിൾ പൊട്ടാത്തതിലാണോ വിഷമം? എന്ത് പറ്റി? ഇത് മൂക്കിൽ കയറിയിട്ട് പൊട്ടിയില്ലെന്ന്? ഇല്ല, ഓഡിയൻസിന്റെ നാച്ചുറൽ അല്ല ഡൗട്ടാണ്, ഇത് ചുരുങ്ങോ, ഇത് ബെൻഡ് ആവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഇത് എങ്ങനെയാണെങ്കിലും യു ക്യാൻ ബെൻഡ് ഇറ്റ്, ചെക്ക് ഇറ്റ് ആണെന്നുണ്ടെങ്കിൽ. പ്രാക്ടീസ്. ഇത് കാണുന്ന ഇനി പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ട്രൈ ചെയ്യരുത്. ഓക്കെ, പ്രാക്ടീസാണ്. അപ്പോൾ പ്രോപ്പർ പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, പിന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ ചെറിയൊരു ക്രൈസ് ഉള്ളത് കൊണ്ട് ഐ എം ടേക്കിംഗ് റിസ്ക് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ പറയാം. യെസ്, ലെറ്റ്സ് ട്രൈ ഓൺ മോർ തിങ്. ആക്ച്വലി കുറച്ചുകൂടി ഒരു സംതിങ് പേഴ്സണൽ ഐ വിൽ ട്രൈ വിത്ത് യു. സി, ഐ തിങ്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും, ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. റൈറ്റ്? ശില്പയുടെ ആദ്യത്തെ പ്രണയം, ഓക്കെ, ആളുടെ പേരൊന്ന് മനസ്സിൽ കൊണ്ടുവരാവോ? I assume it's a boy. Obviously. Come on, it's 2024. Yes, it's 2024, obviously. ഇല്ലേ? സ്കൂൾ ടൈം or college time? School time. ഓ, ഭയങ്കര puppy love. Yes, exactly. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ? Think of the memories that you had. ആ ഒരു ടൈമിലുള്ള മെമ്മറീസ്. ഓ, പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, കൂൾ. തിങ്ക് ഓഫ് ദിസ് പേഴ്സൺസ് നെയിം. ഓക്കെ, തിങ്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ ലെറ്റർ ബൈ ലെറ്റർ തിങ്ക് ചെയ്തോളൂ. ഓക്കെ, ലെറ്റർ ബൈ ലെറ്റർ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനിഷ്യലൊന്നും വേണ്ട, പേര് മാത്രം. ഓക്കെ, എനിക്ക് അത്രത്തോളം ഒന്നും പോണ്ട, ജസ്റ്റ് പേര് മാത്രം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി, ഒന്നും റിയാക്ട് ചെയ്യണമെന്നില്ല, ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ സ്മോൾ നെയിം, അല്ലെങ്കിൽ ഒരു വൺ, അർജുൻ എന്ന് പറയുന്ന പോലെ ഒറ്റ നെയിം ആവാം, അല്ലെങ്കിൽ അർജുൻ സതീഷ് എന്ന് പറയുന്ന പോലെ 2 നെയിം ആവാം. ഓക്കെ, തിങ്ക് ഓഫ് സിംഗിൾ നെയിം, ഐ ഗസ്. ഓക്കെ, തിങ്ക് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ. കറക്റ്റ് ഫസ്റ്റ് ലെറ്റർ മാത്രം ഫോക്കസ് ചെയ്യുക. ഞാൻ നോട്ട് ഫോക്കസിങ് ഇനഫ്. സെക്കൻഡ് ലെറ്റർ, തേർഡ് വൺ. മോസ്റ്റ് പേരുകളുടെ സെക്കൻഡ് ലെറ്റർ ഒരു വവൽ സൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഐ ബിലീവ്, ഐ അസ്യൂം ഇറ്റ്സ് എ വവൽ സൗണ്ട്. കണ്ട റിയാക്ഷൻസ് ഒന്നും തരുന്നില്ല, മനസ്സിലായി പുള്ളിക്കാരിക്ക്. തിങ്ക് ഓഫ് ദ ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, ഇങ്ങനെ മനസ്സിനകത്ത് ആ പേരിങ്ങനെ വിളിച്ചു, അതായത് ആ ടൈമിലേക്ക് പോയിട്ട് ജസ്റ്റ് ആളെ ഇങ്ങനെ എക്സാക്ട്ലി വേറെ പേരാണ് വിളിക്കുന്നത്. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ ആ പേര് മനസ്സിനകത്ത് ഇങ്ങനെ വിളിക്കാവോ? ഓക്കെ, ഓൾമോസ്റ്റ് മനസ്സിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. റൈറ്റ്? Just close your eyes. Just close your eyes. ഞാൻ എഴുതിയിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ചേഞ്ച്, ഇറ്റ്സ് റൈറ്റ് ഹിയർ. കണ്ണ് തുറക്കാവോ? എന്താ പേരെന്ന് പറയാവോ? രോജിത്ത്. ഓ, ഓൾമോസ്റ്റ് ദെയർ. ഞാൻ എഴുതിയൊരു പേര്
റോജിൻ. റോജിൻ. നോട്ട് റോജിൻ, ഇറ്റ്സ് രോജിത്ത്. രോജിത്ത്. യെസ്, എന്നാലും പകുതി കറക്റ്റ്. പകുതി കറക്റ്റ് ആക്കി. ഓക്കെ, താങ്ക് യു. ഓക്കെ, റോജി. റോജി. ജിത്തു ഓക്കെ, റോജി പകുതി. എന്നാലും ഇറ്റ്സ് ലൈക്ക് നൈസ്. അതിന്റെ പേര് എനിക്ക് അറിയാൻ, ഞാൻ വിചാരിച്ചത് കണ്ടുപിടിക്കില്ല. കാരണം രോജിത്ത് ആ പേര് അങ്ങനെ അധികം ഞാൻ കുറച്ചിട്ട് ഒരു ഷോർട്ട് നെയിം പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ഞാൻ റോജിൻ എഴുതിയത്. ഐ തോട്ട് ഇറ്റ്സ് ലൈക്ക് അർജുൻ റോജിൻ. ഞാൻ വേറെ ആർക്കും ആ പേര് കണ്ടിട്ടില്ല. രോജിത്ത് ഡിഫറെന്റ് നെയിമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കണ്ടുപിടിക്കില്ല. പക്ഷെ എന്നാലും പകുതിയോളം നമ്മൾ എത്തിച്ചു. ദാറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു. ഇപ്പോൾ അർജുൻ തന്നെ നേരത്തെ പറഞ്ഞു ഈ മാജിക് മെന്റലിസം ഈ കാര്യങ്ങൾ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ചെയ്യാം, മാനിപ്പുലേഷന് വേണ്ടിയിട്ടും ചെയ്യാം. എങ്ങനെയാണ് നമ്മള് ലൈക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ലൈക്ക് അത് ഇപ്പൊ അർജുൻ ഒരാളെ ബയസ് ചെയ്ത് പറയുന്നതല്ല, എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് ഓഡിയൻസ് ആണ് കാണുന്നത് അല്ലേ? അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, റൈറ്റ്? ഇപ്പം എന്താ പറയുക, നമുക്ക് ഇമോഷണൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയുള്ള സാധനങ്ങൾ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് വീണ്ടും ഇല്ലേ, നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ ഞാനും ചെയ്യുമായിരിക്കും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ആ കണ്ടന്റ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ആൾക്കാർ മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് റീതിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കാര്യം കേരളത്തിലല്ല ആദ്യമായിട്ട് വന്നത്. ലോകത്ത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവരുടെ എല്ലാ നാട്ടിൽ അവർ മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, റൈറ്റ്? ബിക്കോസ് ഒബ്വിയസ്ലി അവിടെ അവർ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഫണ്ണി അല്ലെങ്കിൽ അവിടെ നിന്ന് എത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആൾക്കാരെ ഇതാക്കാന്നുള്ളതാണ് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ഇത് വരുന്ന സമയത്താണത് നേരെ ഇമോഷണലി പിടിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഹൈലി നമ്മളും ആ ഒരു കാര്യം എന്താ പറയണ്ട ചെയ്യണം എന്നുള്ളത് ഒരു ഡിമാൻഡ് വരികയാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ആൾക്കാർ പേഴ്സണലിയും സംസാരിക്കും. അർജുന്റെ ഫേവറേറ്റ് മാജിക് ഏതാ? വിഷ്വൽ മാജിക്സ്. വിഷ്വൽ മാജിക്സ് എനിക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് സംഭവിക്കുന്ന മാജിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഷ്വൽ മാജിക്സ് ആണ് എന്നെ കൂടുതൽ ഇഷ്ടം. അത് അർജുൻ ചെയ്യുന്നതാണോ ഇഷ്ടം, അത് വേറൊരാൾ ചെയ്തത് കാണാൻ? ഇല്ല, എനിക്ക് കാണാനും ഇഷ്ടമാണ്, എനിക്ക് ചെയ്യാനും ഇഷ്ടമാണ്. ഓക്കെ, ഭയങ്കര പാടാണ്. അവരുടെ തൊട്ട് മുന്നിൽ ആ മൊമെന്റിൽ അത്രയും ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നല്ല പ്രാക്ടീസ് വേണം, നല്ല സ്കില്ല് വേണം. ഓക്കെ, സോ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ബി റിയലി ഹാപ്പി. വേറെ ആൾ ചെയ്യുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണാം. ഈ ആസ്പയറിംഗ് ആവുന്ന ലൈക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ആവാൻ ആഗ്രഹമുള്ള അവരോട് എന്താണ് പറയുക, മെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മജീഷ്യൻസ്? ഫസ്റ്റ് തിങ്, നിങ്ങൾ ജസ്റ്റ് പെർഫോമൻസസ് കണ്ടിട്ട് ഒരാളുടെ ഹൈപ്പ് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് വരരുത്. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ട്, പേഷ്യൻസ് ഉണ്ട്, ടാലൻ്റ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, എന്താ പറയുക, അതിപ്പം മാജിക് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ഫീൽഡ് ചൂസ് ചെയ്താലും നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് തോന്നലുണ്ടാവും, ഇതെന്നെ കൊണ്ട് പറ്റും, ഇതിൽ എനിക്ക് പൊളിക്കാൻ പറ്റും, സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവണം. ഓക്കെ, ഒരുപാട് ഹൈപ്പ് കണ്ടിട്ട് ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് ഹൈപ്പ് കണ്ടിട്ട് അതിലേക്ക് പോകരുത്. ജനുവലിൽ നിങ്ങൾക്ക് അതിനോട് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, ഒന്നുമില്ലാത്തൊരു സ്ഥാനത്ത് നിന്ന് ഒരു ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് സ്ട്രഗിളിങ് ആണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അയാളത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഈസി, ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളൊരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം അല്ലെങ്കിൽ ഒരു സൈഡ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാഷനൊക്കെ ആയിട്ട് കൊണ്ടുപോകുള്ളൂ. അതല്ല ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ചില ആഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ലക്ഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന മെന്റലിസ്റ്റ് ആവാം മാസം. നമുക്ക് കിട്ടുന്നില്ല ലക്ഷങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്. അപ്പം ആൾക്കാർ അങ്ങനെയൊക്കെ ചുമ്മാ പറ്റിക്കാനായിട്ട് അതൊന്ന് പറയുന്നുണ്ടാവും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ പണിയെടുക്കാൻ പറ്റുന്നവർ വന്നാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു 10 ട്രിക്ക് വെച്ച് എത്ര കാലം പിടിച്ചേക്കും? സീരിയസ്ലി കണ്ടു ബോറടിക്കുമല്ലോ. നമുക്ക് 10 റീലിടാനേ പറ്റത്തുള്ളൂ, പിന്നെ നമുക്ക് റീല് ഫുൾ റിപ്പീറ്റ് ചെയ്തിടാൻ പാടാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പെർഫോമേഴ്സിനുള്ളതാണ്. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവർക്കൊരു സാച്ചുറേറ്റഡ് ഫീൽ തോന്നും. ചെയ്തുകൊണ്ടിരുന്ന സെയിം സാധനം ചെയ്ത് അവർക്കൊരു സാച്ചുറേറ്റഡ് ഫീൽ അടിക്കും. പുതിയത് എന്തെങ്കിലും അവർക്ക് വേണമെന്നുള്ളൊരു ഇതുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച 10 സാധനം വെച്ചിട്ട് ഇരിക്കുന്നില്ലേ. അർജുന് എന്തെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. മടുപ്പൊന്നല്ല, ഞാൻ എന്താ പറയുന്നത്, എനിക്കൊരു പോയിന്റ് എത്തുമ്പോൾ ഓക്കെ ഈ ഒരു ക്വാളിറ്റിയിൽ ചെയ്താൽ പോരാ, ഒരു ക്വാളിറ്റി കൂട്ടണം. ഈ സാധനം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, ഈ കണ്ടന്റ് എനിക്ക് ഒന്നുകൂടെ ഇടണം, അങ്ങനെ തോന്നാറുണ്ട്. അപ്പം അത് മാറ്റണം തോന്നാറുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള സാച്ചുറേറ്റ് ആയിട്ടുള്ളൊരു ഫീഡ് എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാകാറുണ്ട്. അപ്പം മേ ബി അതാണ് നമ്മൾ
കൂടുതൽ ഇതിലേക്ക് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത്, നെക്സ്റ്റ് ലെവലിലേക്ക് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത്. സോ ഓക്കെ, ഒരു 5 വർഷത്തിന് ശേഷം അർജുനെ എവിടെയാ കാണുന്നത്? ഏറ്റവും ബെസ്റ്റ് മെന്റലിസ്റ്റ് ഉള്ള ഇടയിലായിട്ട്. ഒരാളായിട്ട്. സോ എന്താണ് ഏറ്റവും ബെസ്റ്റ് മെന്റലിസ്റ്റ് ആയിട്ട് ഒരാളല്ല ആയിട്ട്. Yes, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? പ്ലാൻസ് എന്ന് പറയുമ്പം എപ്പോഴും അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടും ഇപ്പോഴും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് കണ്ടിട്ടില്ലാത്ത പുതിയ സാധനങ്ങൾ അവരെ കാണിക്കുക. ഓക്കെ, ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അർജുനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ട്രിക്സ്, പുതിയ ടെക്നിക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് കേരളത്തിൽ കണ്ടന്റ് ഇടുന്ന ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റർ ഞാനായിരിക്കും. ഓക്കെ അർജുൻ, നമ്മളിപ്പോ കുറെ യൂട്യൂബ് ചാനൽസ് ഈ ട്രിക്സ് റിവീൽ ചെയ്യുന്ന വീഡിയോകൾ വ്യാപകമായി ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഒരു അടിയല്ലേ നിങ്ങൾക്ക്? നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അവർ നോക്കുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ട്രിക്സ് റിവീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, ഓഡിയൻസ് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കത് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യുന്ന ആൾക്കാർ ചെയ്യട്ടെ, നമ്മൾ പുതിയ സാധനങ്ങളിലേക്ക് പോകും, അത്ര തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുമ്പോഴും ഇത് മറ്റൊരാളുടെ പ്രൊഫഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റിയാൽ നല്ലത്. കാരണം നാളുടെ സമയത്ത് നമ്മളൊരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു ഷോ ചെയ്യുന്ന സമയത്ത് വേറെ ആൾ പുറത്തിരുന്നിട്ട് നിങ്ങൾ ഈ ട്രിക്കല്ലേ ചെയ്തത്, ഞാനത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ പെർഫോമറിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. സോ ചെയ്യുന്ന ആൾ അതിൻ്റെ ഒരു എത്തിക്സ് കൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ നല്ലത്. ചെയ്യരുതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അർജുന്? ഭാഗ്യം വെച്ചാൽ ഇതുവരെ ഇല്ല. ഏതെങ്കിലും ടെക്നിക്സ് ചെയ്യാൻ പോയിട്ട് പാളി പോയിട്ടുണ്ടോ? അപ്പോ എങ്ങനെയായിരുന്നു ഓഡിയൻസ് റിയാക്ഷൻ ഒക്കെ? ചിലത് തെറ്റിപ്പോയാൽ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുക, തെറ്റിപ്പോയി ഒന്നും തോന്നരുത് തെറ്റിപ്പോയെന്ന്. അല്ല, വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിവേറ്റ് ചെയ്ത് വേറെ വഴിയിലേക്ക് കൊണ്ടുവന്ന് മനസ്സിലാവാത്ത രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ്. ഇത് ലൈവ് ഷോ എന്ന് പറയുമ്പോൾ യെസ്, എല്ലാ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും, സിംഗർ ആവട്ടെ, ലൈവ് ഷോയിൽ വന്നിട്ട് ചിലപ്പോൾ തൊണ്ടൊന്ന് പാളിപ്പോയാൽ തന്നെ ഇല്ലേ അവിടെ തീർന്നു. എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ലൈവ് ഷോ ചെയ്യുമ്പോൾ ആ മൊമെന്റൽ റിയാക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് പുതിയ വീഡിയോസ് ഒക്കെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ പുതിയ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരാം. Okay, thank you. So, hope you had a good time. Yes. Yes, anyway, thank you so much.